ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. മീഷോ പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ ഇന്നും. നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളി 3 ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സാണ്. അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട്. ഞാൻ ഇത്രയും വലുപ്പം ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഐക്കയെന്നും അതുപോലെ ഹോം സെൻറ്ററിന്നൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പിൽ വരുന്ന കണ്ടെയ്നേഴ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിഡ് എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. ഇതുപോലെ 4 ഭാഗത്തും ക്ലിപ്പൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ലിഡ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വാഷറൊക്കെ കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ, നല്ല ഹെവി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ ചെയ്തെടുത്തിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. പിന്നെ ഈ ഒരു കണ്ടെയ്നറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. പുറമെ ഒരു കണ്ടെയ്നറും ഉള്ളിലൊരു സ്ട്രെയിനർ പോലെ രീതിയിൽ വരുന്ന ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് സ്ട്രെയിനറായിട്ടും യൂസ് ചെയ്യാം. അതായത് നമുക്ക് വെജിറ്റബിളൊക്കെ കഴുകിയിട്ട് വെള്ളം വാർക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ യൂസ് ചെയ്യാം. വെള്ളം വാർന്നതിനൊക്കെ ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രെയിനറോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഹെവി പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. നല്ല ഒരു അടിപൊളിയായിട്ടുള്ള 3 കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പറഞ്ഞല്ലോ 3 വരുന്ന സെറ്റാണ്. ഈ ഒരു 3 വരുന്ന സെറ്റിന്റെ പ്രൈസ് 661 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുന്നേ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളുണ്ട്. ഇനി അഥവാ സ്റ്റോക്ക് ഔട്ട് ആയാലും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ. അടുത്ത പ്രൊഡക്റ്റ് ഒരു അടിപൊളി ബാസ്ക്കറ്റ് ആണ് കേട്ടോ. സ്റ്റീലിലാണ് വരുന്നത്. സ്റ്റീൽ ഇതുപോലെ പിങ്ക് കളർ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇതിന്റെ ഹാൻഡിലും നല്ല ഭംഗിയിലിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബാസ്ക്കറ്റാണ്. ഞാനിത് ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് അങ്ങനെ മീഷോയിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു പാൻട്രി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാക്കേജ് ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാസ്ക്കറ്റാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഹാൻഡിലൊക്കെ ക്ലിപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 427 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ വേർത്തായുള്ള പ്രൊഡക്റ്റാണ്. കാരണം സ്റ്റീലിലാണ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോസിൽ ഈ ഒരു ബാസ്ക്കറ്റ് അങ്ങനെ തന്നെ കണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഞാനും. എങ്ങനെ ഉണ്ടാവും, അടിപൊളിയാവോ ഇല്ല എന്നൊക്കെയുള്ള സംശയത്തിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു ഗ്രേറ്ററാണ്. ഗ്രേറ്ററും അതുപോലെ സ്ട്രെയിനറും അതുപോലെ നമുക്കൊരു ബൗളിന്റെ മീൻസ് ഒരു എന്താ പറയുക, നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയെടുക്കാൻ പാകത്തിനുള്ളൊരു ബൗളിന്റെ യൂസേജും കൂടി വരുന്ന രീതിയിലുള്ളൊരു ഗ്രേറ്ററാണ് കേട്ടോ. അപ്പം ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഇതാണ്. പിന്നെ അതാ സ്ട്രെയിനർ ആയിട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞത് ഈ ഒരു യെല്ലോ പോർഷനാണ് കേട്ടോ. അതായത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയിട്ട് വെള്ളം വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം തന്നെ യൂസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൽ വെജിറ്റബിൾ ഒക്കെ കഴുകി മാറ്റി വെച്ചിട്ട് പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിന്റെ മേലായിട്ട് ആ ഒരു ഗ്രേറ്ററിന്റെ ഈ ഒരു മൂടി ഉണ്ടല്ലോ, മീൻസ് ഈ ഒരു ലിഡ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഉപ്പേരിക്ക്, അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, അതുപോലെ പൊട്ടാറ്റോ, അങ്ങനെ എല്ലാ ടൈപ്പിലും വരുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 7 ബ്ലേഡാണ് മൊത്തത്തിൽ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നത്. 6 ബ്ലേഡ് കേട്ടോ മൊത്തം വരുന്നത് ഇതിന്റെ കൂട്ടത്തിൽ. അപ്പൊ നമുക്ക് പല ഷേപ്പിലും വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ബ്ലേഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് റിമൂവ് ചെയ്യാനും ഈസിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ബ്ലേഡ് റിമൂവ് ചെയ്ത് വേറെ ഇടണമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് അടുത്ത ബ്ലേഡ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു ഉപ്പേരിക്കൊക്കെ അരിഞ്ഞെടുക്കാന്നുണ്ടെങ്കിൽ, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കാൻ, അതുപോലെ സവാള, പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെന്താ പറയുക, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 246 രൂപയായിരുന്നു കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് പ്ലാസ്റ്റിക്കിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക്കിലാണ്. പിന്നെ ഭയങ്കര യൂസ്ഫുൾ പ്രൊഡക്റ്റുമാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്
ഇതൊരു ജഗ്ഗാണ്, പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്. പ്ലാസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ജഗ്ഗാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരു നമ്മൾ പൊതുവെ കാണാത്ത രീതിയിലുള്ള ഒരു മോഡലിൽ വരുന്ന ഒരു ജഗ്ഗാണ്. ഒരു 1.5 ലിറ്ററൊക്കെ കപ്പാസിറ്റി കാണും. ഒരു 2 ലിറ്ററിന്റെ അടുത്തൊക്കെ കപ്പാസിറ്റി കാണാൻ മതിയായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 184 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വർത്തായുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. നല്ല അടിപൊളി ജഗ് കേട്ടോ. മീൻസ് നമുക്ക് സാധാരണ യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജഗ്. കാരണം ഗ്ലാസിന്റെ ജഗ്ഗാകുമ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ചും ഗ്ലാസിന്റെ ജഗ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു റിസ്ക് അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ജഗ് കേട്ടോ. കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഇത് കുറച്ച് എന്താ പറയുക, നമുക്ക് ചോറൊക്കെ കോരിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കോരി എന്ന് പറയട്ടോ. നമ്മളെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോരികളാണ്. തവിയെന്നും പറയില്ല ചില നാട്ടിക്ക്. അപ്പം അങ്ങനെ അതാണ് സംഭവം. ഇത് 6 വരുന്നൊരു സെറ്റായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന 6 കോരികളാണ് കേട്ടോ. പിന്നെ മെലാമിനാണ് മെറ്റീരിയൽ വന്നിട്ട്. മെലാമിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ഈ ടൈപ്പ് സംഭവങ്ങളൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ഇല്ലേ, ഫൈബർ അല്ല പ്ലാസ്റ്റിക്കും അല്ലാത്ത രീതിയിൽ വരുന്ന ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 6 ഒരു സെറ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ പൊട്ടിപ്പോവൊന്നും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് വീണിട്ടൊന്നും ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യാത്ത രീതിയിൽ വരുന്ന മെറ്റീരിയലാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 273 രൂപയാണ് കേട്ടോ. ഇതിന്റെ തന്നെ വൈറ്റും ഉണ്ട് കേട്ടോ മീഷോയില്. അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന സംഭവമാണ്. അടുത്ത പ്രൊഡക്റ്റ് ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബാഗുകളാണ് കേട്ടോ. അതായത് നമുക്ക് സാധാരണ ബോട്ടിൽസിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗുകൾ. അതായത് നമ്മൾ കിച്ചണിൽ ഓരോ പരിപ്പ്, പയറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ബോട്ടിൽസ് എടുക്കുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെയ്നറാണ്. ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ആകുമ്പോൾ, മീൻസ് ഇങ്ങനെയുള്ള കവേഴ്സ് ആകുമ്പോൾ, അതായത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കവേഴ്സ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറഞ്ഞ സ്പേസിൽ ഒതുക്കി വെക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബാഗ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് 210 രൂപയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിലാണ് വരുന്നത്. പ്രൊഡക്റ്റ് ഈ ഒരു കട്ട്ലറി ട്രേ ആണ് കേട്ടോ. ഇത് നമുക്ക് കിച്ചൺ വാർഡ്രോബിൽ അതുപോലെ കിച്ചൺ ക്യാബിനറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രേ ആണ്. നമുക്ക് കട്ട്ലറീസും ഒക്കെ ഒതുക്കി വെക്കാൻ പാകത്തിലുള്ള ട്രേ ആണ് കേട്ടോ. എല്ലാ വീട്ടിലും നമുക്കിപ്പോൾ കബോർഡിൽ ഇതുപോലെയുള്ള ഈ പാർട്ടീഷൻ ചെയ്ത രീതിയിൽ വരുന്ന ട്രേ ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രേ ആണ്. ഇതുപോലെ നമുക്ക് കത്തികൾ, സ്പൂൺസ്, കുക്കിംഗ് സ്പൂൺസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രേ ആണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ വരുന്നത്. എന്തായാലും നമുക്ക് കൊടുക്കുന്ന പൈസക്ക് വേർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയെന്ന് വെച്ചാൽ 552 രൂപയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വാർഡ്രോബിന്റെ ഷെൽഫിലൊക്കെ ഇതുപോലത്തെ ട്രേ ഇല്ലാത്തവർക്ക്, കിച്ചൺ വാർഡ്രോബിന്റെ ഷെൽഫിലൊക്കെ ഇതുപോലത്തെ ട്രേ ഇല്ലാത്തവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റും ഒരു കട്ട്ലറി ഹോൾഡർ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നൊരു കട്ട്ലറി ഹോൾഡർ ആണ്. സെറാമിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ചെറിയ ചെറിയ എന്താ പറയാ സ്പൂൺസ്, സ്പാച്ചുലാസ്, നൈഫ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ട്ലറി ഹോൾഡർ ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഭംഗി കണ്ടുതന്നെയാണ് ഞാനും വാങ്ങിച്ചത്. കൈ കിട്ടുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു പുതുമ ഉണ്ടാവല്ലോ, അതറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം
അത്യാവശ്യം സ്പേഷ്യസും ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മളിതാ ഇതുപോലെ വലിയ കുക്കിംഗ് സ്പൂൺസ് ഇട്ടിട്ട് തന്നെ അതിൽ ഒരുപാട് സ്പേസ് പിന്നെയും ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 230 രൂപയായിരുന്നു കേട്ടോ. ഇതിപ്പം മീഷോയിൽ ഞാൻ നോക്കിയപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിങ്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അന്നപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പം ഇപ്പം എന്തായാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു കട്ട്ലറി ഹോൾഡർ ഇട്ട് ഞാൻ കൈ കിട്ടുമ്പം ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ തന്നെ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് കുക്കിംഗ് സ്പൂൺസ് ആണ് കേട്ടോ. സ്റ്റീലാണ് വരുന്നത്. സ്റ്റീൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന 5 സ്പൂൺസ് ആണ് കേട്ടോ. ഇതും ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ള മനസ്സിലാവില്ല. അപ്പോൾ ഞാനിങ്ങനെ സംശയത്തിന്റെ പേരിൽ ഇപ്പോൾ ലോക്കൽ സ്റ്റീലാണോ, പെട്ടെന്ന് വളഞ്ഞു പോണ ടൈപ്പിലൊക്കെയുള്ള സ്റ്റീൽ ഉണ്ടല്ലോ അതാണെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷെ കൈ കിട്ടിയപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് കിട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ചില ഈ രീതിയിൽ വരുന്നത്, ഈ രീതിയിൽ സ്റ്റീലിന് വരുന്ന ഹാൻഡിൽസ് ചിലത് സിലിക്കണിൽ വരും. അപ്പൊ സിലിക്കണിൽ വരുമ്പോൾ അത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവാനും അതുപോലെ ഒരു ബ്ലാക്ക് കളർ കുത്തു ഇങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചീത്ത ആവില്ല പെട്ടെന്നൊന്നും. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കേണ്ട അത്യാവശ്യം വരുന്ന എല്ലാ കുക്കിംഗ് സ്പൂൺസും ഇതിൽ ഉണ്ട് താനും. അപ്പൊ ഇതിന്റെ പ്രൈസ് 425 രൂപയായിരുന്നു കേട്ടോ. ആ പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, കാരണം അത്രയും ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു കാസ്ട്രോൾ ആണ്, ഒരു നോർമൽ കാസ്ട്രോൾ, ഒരുപാട് വലുതും അല്ല എന്നാൽ പറ്റ ചെറുതും അല്ലാത്ത രീതിയിൽ വരുന്ന ഒരു നോർമൽ കാസ്ട്രോൾ ആണ്. സാധാരണ എല്ലാ കാസ്ട്രോളിനും വരുന്ന രീതിയിൽ തന്നെ ഉള്ളിൽ സ്റ്റീലും പുറമെ ഇതുപോലെ പ്ലാസ്റ്റിക്കിലും വരുന്ന രീതിയിലുള്ള കാസ്ട്രോൾ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ സെയിം മോഡല് ഒരു ബ്ലൂ കളറിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതും. അപ്പൊ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു കാസ്ട്രോളും. ഇത് നമുക്കൊരു ബേജ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് വരുന്നത്. കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് 270 രൂപയായിരുന്നു കേട്ടോ. ആ പ്രൈസിന് എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, കാരണം നിങ്ങൾക്ക് അറിയാലോ ഷോപ്പിൽ നിന്ന് നമ്മൾ കാസ്ട്രോൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ ഒരു പ്രൈസിന് ഒരിക്കലും കിട്ടൂല കേട്ടോ. അപ്പൊ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ബാസ്ക്കറ്റ് ആണ്. ഇതുപോലെ 2 റാക്കായിട്ട് വരുന്ന, മീൻസ് 2 ലെയറിൽ വരുന്ന ഒരു ബാസ്ക്കറ്റ് ആണ്. നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പാകത്തിന് വരുന്ന ഒരു ബാസ്ക്കറ്റ് ആണ്. നല്ല ഭംഗി ഉണ്ടാവും. ഇതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഒരു ബാസ്ക്കറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റലിലാണ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് മെറ്റൽ ഇതുപോലെ ബ്ലാക്ക് കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്ന ഒരു അടിപൊളി ബാസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പം ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 445 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനുള്ള മുതലുണ്ട് കേട്ടോ, കാരണം മെറ്റലിലാണല്ലോ വരുന്നത്. മെറ്റലിലുള്ള പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരാറുണ്ട്. അപ്പം എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ മുന്നേ പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്. അടിപൊളി പ്രൊഡക്റ്റ് ആണ്, നമുക്ക് കിച്ചണിൽ വെച്ചാൽ നല്ലൊരു സൂപ്പർ ലുക്ക് തരുന്നൊരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഒരു കപ്പ് ഹോൾഡർ ആണ്. ഇത് നമുക്ക് ഒരേ ടൈമിൽ 12 കപ്പ് നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു ഹോൾഡർ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നിട്ട്, മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് കണ്ടാൽ തോന്നും ചിലപ്പം ഇതിങ്ങനെ കപ്പിടുമ്പം വീണു പോകുമെന്നൊക്കെ, താഴോട്ട് വീണു പോകുമെന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവട്ടെ. ഞാനും വിചാരിച്ചു സ്റ്റാൻഡ് മാത്രമായിട്ട് കണ്ടപ്പം ആദ്യം വെയിറ്റ് ഇതിൽ താങ്ങോ ഇത്രയും എന്നൊക്കെ. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് 1 കപ്പ് മുതൽ 12 കപ്പ് വരെ ഇട്ടാലും ഒരു പ്രോബ്ലം ഇല്ല. ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് നിന്നോളൂ കേട്ടോ. സ്റ്റീലിലാണ് മെറ്റീരിയൽ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഇതിന്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഒന്നുകൂടി ഞെട്ടു, കാരണം അത്രയും കുറഞ്ഞ പ്രൈസിലാണ് നമുക്കിത് മീഷോയിൽ കിട്ടിയിട്ടുള്ളത്. ഇതിന് വെറും 167 രൂപയുള്ളൂ കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇപ്പൊ പ്രൈസ് ഒന്നുകൂടി കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ.
പ്രൈസ് കൂടിയും കുറഞ്ഞും അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ചില പ്രൊഡക്റ്റിന്. അപ്പോൾ ഇപ്പോൾ ഇതിനെന്തായാലും പ്രൈസ് കുറഞ്ഞാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 12 കപ്പ് വരെ നമുക്കിതിൽ ഹാങ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഒരു ടൈമിൽ 12 കപ്പ് വരെ നമുക്കിതിൽ ഹാങ് ചെയ്തിട്ടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.